ഹായ്, ഐ ആം പ്രീനോ. അപ്പോൾ നമ്മുടെ തൊടുപുഴയിൽ എന്തെല്ലാം ഡെവലപ്മെൻറ്റും കാര്യങ്ങളെല്ലാം നടക്കുന്നത്. ഒരു 10 വർഷം മുമ്പുള്ള തൊടുപുഴയെ പറ്റി ഒന്ന് ചിന്തിച്ച് നോക്കി. ഇപ്പോൾ നമ്മുടെ തൊടുപുഴയിൽ ഇല്ലാത്ത എന്തായാലും ഉള്ളത്. അപ്പോൾ നമ്മുടെ തൊടുപുഴയിൽ പുളിമൂട്ടിനോട് തൊട്ട് ചേർന്നുള്ള റിലയൻസ് ഫ്രഷ് ഇപ്പോൾ 13 വർഷമായി അവർ തൊടുപുഴയിൽ തുടങ്ങിയിട്ട്. അപ്പോൾ 13 വർഷമായതിൻ്റെ മുന്നോടിയായിട്ട് അവർ ഇപ്പോൾ ഡിസംബർ 1 തീയതി മുതൽ നമ്മുടെ റിലയൻസ് ഫ്രഷ് റിലയൻസ് സിഗ്നേച്ചറായി മാറിയിട്ടുണ്ട്. അപ്പോൾ സിഗ്നേച്ചറായി മാറണമെങ്കിൽ കുറേ ക്രൈറ്റീരിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെന്താണെന്ന് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതൊന്ന് കാണാനായിട്ട് ഞാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ കാണുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളെയും കാണിച്ചു തരാം. ഇടുക്കി ജില്ലയിലെ ആദ്യത്തെയാണ്. അപ്പോൾ നമുക്ക് നേരെ അവിടെ പോയി കാണാം. അവിടുത്തെ എന്തൊക്കെയാണെന്നുള്ളത്, ഈ സിഗ്നേച്ചർ എന്നുള്ള സംഭവം, സിഗ്നേച്ചർ വരാനുള്ള കാരണം എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് അവിടെ പോയി ഒന്ന് കാണാം. റിലയൻസിൽ എത്തിയിട്ടുണ്ട്. തൊട്ട് ചേർന്ന റിലയൻസ് ഫ്രഷ് സിഗ്നേച്ചർ ഇന്ന് ഉദ്ഘാടന ദിവസമാണ്. നമുക്ക് നേരെ ഉള്ളിലോട്ട് തന്നെ പോവാം. ഞാൻ കുറച്ച് ഉള്ളിലോട്ട് കയറിയിട്ട് നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ കേട്ടോ. അപ്പോൾ നമുക്കൊരു അറ്റത്തു നിന്ന് അങ്ങ് തുടങ്ങാം. അപ്പോൾ ഇവിടെ എല്ലാവരും ഇന്ന് ഉദ്ഘാടന ദിവസമായിട്ട് ഇതെല്ലാം അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കണം. കുറേ ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ഇതിനു മുമ്പ് നമ്മുടെ റിലയൻസിൽ വന്നിട്ടുള്ള ആൾക്കാർക്കറിയാം എന്തെല്ലാം വ്യത്യാസങ്ങളുണ്ടെന്നുള്ളത്. അപ്പോൾ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ തൊടുപുഴയിലെ ആദ്യത്തെ തന്നെ ഒരു സൂപ്പർ മാർക്കറ്റ് നമ്മുടെ റിലയൻസിൻ്റെ തന്നെയാണ്. അപ്പോൾ അന്ന് കണ്ടതിനേക്കാളും ഒരു 10-13 വർഷമായി കേട്ടോ ഇതിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ ആ ഒരു വ്യത്യാസങ്ങൾക്ക് സ്ഥിരം വരുന്ന ആൾക്കാർക്ക് ശരിക്കും അതിൻ്റെ ഡിഫറൻസ് നമുക്ക് അറിയാൻ പറ്റും. റിലയൻസ് ഫ്രഷ് സിഗ്നേച്ചറിനെ പറ്റി ആദ്യം പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പായിട്ട് ആദ്യം എല്ലാം ഓടി നടന്ന് നിങ്ങളെല്ലാം ഒന്ന് കാണിച്ചിട്ടുണ്ട്. കാരണം കുറേ നടന്ന് കാണാനുള്ള സംഭവം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം തന്നെ ഇതിൽ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് മുമ്പത്തെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ നല്ലൊരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് തന്നെയാണ് കേട്ടോ ഇവരുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ. നോക്കി നമ്മളിതുപോലെ കാനഡയിലോ UK ചെന്ന ഒരു ഫീലൊക്കെ തോന്നുന്നുണ്ട്. അത്ര നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് എല്ലാം നല്ല വെൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എല്ലാത്തിനും ടോപ്പിൽ ഓരോന്ന് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമുണ്ട്. ഇപ്പോൾ ടീയുടെ സെക്ഷൻ, ഇത് സ്നാക്സിൻ്റെ സെക്ഷൻ ഇവിടെ, അങ്ങനെ ഓരോന്നിനും മേലും ബോർഡ് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര എളുപ്പമുണ്ട്. ഇപ്പോൾ ഡ്രസ്സിങ്, മയോണീസ്, വിനെഗർ എല്ലാം നമുക്ക് നൂഡിൽസ്. അപ്പോൾ കണ്ടുപിടിക്കാൻ ഭയങ്കര എളുപ്പമാണ് കേട്ടോ. അല്ലെങ്കിൽ നമ്മളൊരു സൂപ്പർ മാർക്കറ്റിനകത്തായിട്ട് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ കണ്ടുപിടിക്കണമെങ്കിൽ എവിടെയാണെന്ന് ഇരിക്കണമെന്ന് പറയണമെങ്കിൽ ആൾക്കാരോട് ചോദിച്ചുകൊണ്ട് നടക്കണം. ഇപ്പോൾ നമുക്ക് ദൂരെ നിന്ന് നോക്കി കഴിഞ്ഞാൽ എല്ലാത്തിനും ടോപ്പിൽ നമുക്ക് ബോർഡുള്ളതുകൊണ്ട് ഈസി ആയിട്ട് കാണാം. ഇപ്പോൾ സ്പൈസസ് ഇവിടെയുണ്ട്, ബോഡി ഹാൻഡ് വാഷ്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ തന്നെ നമുക്ക് അവിടെ കാണാൻ വരുന്നുണ്ട് ബോഡി ഹാൻഡ് വാഷ്. അപ്പോൾ അതെല്ലാം ഭയങ്കര എളുപ്പമാണ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട്. പിന്നെ നമുക്ക് ഇവിടെ നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇഷ്ടംപോലെ സ്റ്റാഫുകളും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ കാണിച്ചില്ല. അപ്പോൾ ഇവിടെ ആയിട്ടാണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഈ സിഗ്നേച്ചർ എഡിഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇൻ്റർനാഷണൽ പ്രൊഡക്ട്സ് ഇവിടെ കുറേ ഉണ്ട്. ഇത് മെക്സിക്കൻ, ഇറ്റാലിയൻ, അപ്പോൾ അങ്ങനെ കുറേ സംഭവമാണ്. അപ്പോൾ ഇത് ഇടുക്കി ജില്ലയിൽ തന്നെ ആദ്യത്തെ സംഭവമാണ് കേട്ടോ. ഇടുക്കി ജില്ലയിൽ തന്നെ ആദ്യത്തെയാണ്. അപ്പോൾ ഇൻ്റർനാഷണൽ പ്രൊഡക്ട്സ് ഒത്തിരി ഉള്ളതുകൊണ്ടാണ് ഈ സിഗ്നേച്ചർ എഡിഷൻ എന്ന് പറയുന്നത്. അത് ഗ്ലോബൽ പ്രൊഡക്ട്സുകളെല്ലാം നമുക്ക് ലോക്കലായിട്ട് അവർ സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സൈഡിൽ ഫുള്ള് തായ് പ്രൊഡക്ട്സ് ആണ്. അപ്പോൾ നമ്മുടെ ഈ സൈഡിൽ ഫുള്ള് തായ് പ്രൊഡക്ട്സ് വരുന്നുണ്ട്. ഇവിടെ നൂഡിൽസിൻ്റെ ഐറ്റംസ് വരുന്നുണ്ട്. പിന്നെ ഇങ്ങോട്ട് വരുവാണെങ്കിൽ ചോക്ലേറ്റ്സ്, ബിസ്ക്കറ്റ്സ്, കേക്ക്സ്. അപ്പോൾ ചോക്ലേറ്റൊക്കെ നോക്കി വെറൈറ്റി, എന്തോരം വെറൈറ്റി ചോക്ലേറ്റ്സും കാര്യങ്ങളൊക്കെ അവിടെ ഇരിക്കണമെന്നുള്ളത് നോക്കി. പിന്നെ ഐസ്ക്രീമിൻ്റെ സെഷൻ. അപ്പോൾ അത് കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. ഇതെല്ലാം നിങ്ങൾ ഓടിച്ചിട്ട് കാണിച്ചിടുന്നുണ്ട്. സിഗ്നേച്ചർ എഡിഷൻ്റെ ഒരു പ്രത്യേകത കേട്ടോ. ഇൻ്റർനാഷണൽ പ്രൊഡക്ട്സ് കുറേ വന്നിട്ടുണ്ട്. പിന്നെ ഈ സൈഡിലോട്ട് പറയുകയാണെങ്കിൽ അവിടെ കുറേ എക്സോട്ടിക് ഐറ്റംസ് ഉണ്ട് കേട്ടോ. അപ്പോൾ എക്സോട്ടിക് ഐറ്റംസിൻ്റെ അടുത്തേക്ക് നമുക്കൊന്ന് പോവാം. എക്സോട്ടിക് ലീഫി സാലഡ്, മസാല, വെജിറ്റബിൾസ്, ക്യാബേജ്, കോളിഫ്ലവർ, തക്കാളിയൊക്കെ ഇരിക്കുന്ന നോക്കി. 1 കിലോ തക്കാളിക്ക് 9 രൂപയുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ എല്ലാ സാധനത്തിനും ഇതിൽ വില കുറവാണ് കേട്ടോ. നമ്മുടെ പേരയ്ക്ക്, ഈ പേരയ്ക്കടയ്ക്ക് ഒരു സൈസ് നോക്കി. പേരയ്ക്ക് 1 കിലോ വരുന്നത് 79 രൂപയാണ്. എല്ലാത്തിലും ആപ്പിൾ, ബനാന എല്ലാ സാധനങ്ങളും ഉണ്ടോ. ഓറഞ്ച് 1 കിലോയ്ക്ക് 49 രൂപയാണ് 1 കിലോ ഓറഞ്ചിന് വരുന്നത്. റിലയൻസ് ഫ്രഷ് കിട്ടുന്ന എല്ലാ ഐറ്റംസും നമുക്കിത് ഇവിടെ റിലയൻസ് ഫ്രഷ് സിഗ്നേച്ചറിലും കിട്ടും. അപ്പോൾ സിഗ്നേച്ചർ ഞാൻ പറഞ്ഞതുകൊണ്ട് പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ഇൻ്റർനാഷണൽ പ്രൊഡക്ട്സ് വന്നിട്ടുണ്ട്. അതിൽ മെക്സിക്കൻ, ഇറ്റാലിയൻ, തായ് പ്രൊഡക്ട്സ്, അങ്ങനെ കുറേ ഇൻ്റർനാഷണൽ പ്രൊഡക്ട്സ് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ റിലയൻസ് സിഗ്നേച്ചർ എന്നുള്ള കാറ്റഗറിയിലോട്ട് മാറിയിരിക്കുന്നത്. അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് നമ്മുടെ ചെണ്ടകൂട്ടിൻ്റെ ബേളം കൂടിക്കൂടി വരുന്നു. റിലയൻസ് ഫ്രഷ് സിഗ്നേച്ചറിൽ ഓൾമോസ്റ്റ് എല്ലാ പ്രൊഡക്ട്സും തന്നെ ഒരു 5%, 5 to 10% ഡിസ്കൗണ്ടുകൾ വരുന്നുണ്ട് കേട്ടോ. എന്തെങ്കിലും ചെണ്ടകൂട്ടും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എനിക്ക് വേണ്ടൊരു എക്സോട്ടിക് ഐറ്റം ഇവിടെ കിട്ടുന്നുണ്ടോ. അപ്പോൾ ഈ ഒരു സെക്ഷൻ ഫുള്ള് എക്സോട്ടിക് ഐറ്റംസ് ആണ്. അത് ബ്ലൂബെറി, നമ്മുടെ ഇവിടെ തൊടുപുഴയിൽ അങ്ങനെ അധികം കാണാൻ കിട്ടുന്ന ഒരു സാധനമല്ല ബ്ലൂബെറി. അപ്പോൾ എനിക്ക് വേണ്ട സാധനങ്ങളെല്ലാം ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട സാധനങ്ങളെല്ലാം ഇവിടെ ഉണ്ടോയെന്ന് അറിയാനായിട്ട് നിങ്ങളിവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ സിഗ്നേച്ചർ എഡിഷൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ഇൻ്റർനാഷണൽ പ്രൊഡക്ട്സുകൾ ഇവിടെ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് റിലയൻസ് ഫ്രഷ് സിഗ്നേച്ചർ എഡിഷനോട് മാറിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് വേണ്ട സാധനങ്ങളെല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടോയെന്നുള്ളത് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക. അപ്പോൾ ഇതുപോലെ അടിപൊളി വീഡിയോസായിട്ടൊക്കെ വീണ്ടും കാണാം. ബൈ ബൈ.